നമസ്കാരം. മക്കൾ നീതിമയം നേതാവും നടനുമായ കമൽഹാസൻ രാജ്യസഭയിലേക്ക്. ജൂലൈയിൽ ഒഴിവുവരുന്ന 6 രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് കമൽഹാസന് നൽകുമെന്ന് അറിയിച്ചതായാണ് സൂചന. MK സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രി ശേഖർ ബാബു കമലിനെ കണ്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കമൽഹാസൻ രാജ്യസഭയിലേക്ക് എത്തുമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. പിന്നാലെ DMK മുതിർന്ന നേതാവ് ശേഖർ ബാബു കമൽഹാസനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കാണുകയായിരുന്നു. DMK മുന്നണിയുടെ ഭാഗമായ കമൽഹാസന് രാജ്യസഭാ സീറ്റ് നൽകുമെന്നത് നേരത്തെ DMK ഉറപ്പ് നൽകിയിരുന്നു. MPമാരായ N ചന്ദ്രശേഖർ, അൻപുമണി രാംദാസ്, M ഷൺമുഖം, വൈക്കോ, P വിൽസൺ, M മുഹമ്മദ് അബ്ദുള്ള എന്നിവരുടെ കാലാവധി ഈ വർഷം ജൂണിൽ അവസാനിക്കുന്നതോടെ അത്രയും രാജ്യസഭാ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കും. ഇതിലൊരു സീറ്റിലേക്കാണ് ഇപ്പോൾ കമൽഹാസൻ മത്സരിക്കുമെന്ന വാർത്തകൾ വരുന്നത്. മക്കൾ നീതിമയം എന്ന പാർട്ടി രൂപീകരിച്ചിട്ടുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയമറിഞ്ഞ കമൽഹാസൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമെന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. ഇതിന്റെ ഭാഗമായി മുന്നണിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അന്ന് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു സീറ്റിൽ അദ്ദേഹം മത്സരിക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. DMKയുമായുള്ള ധാരണയുടെ ഭാഗമായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മക്കൾ നീതിമയം സ്ഥാനാർത്ഥിയായി കമൽ മത്സരിച്ചിരുന്നില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ മത്സരിച്ച കോയമ്പത്തൂരിൽ മത്സരിക്കാൻ കമൽ രംഗത്തിറങ്ങിയതുമാണ്. എന്നാൽ DMKയുടെ ആവശ്യപ്രകാരം കമൽ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയും DMKയ്ക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുകയുമായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് കമൽഹാസന് പാർട്ടി രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നിയമസഭയിലെ അംഗബല പ്രകാരം നിലവിൽ 4 പേരെ DMKയ്ക്ക് രാജ്യസഭയിലേക്ക് അയക്കാൻ ജയിപ്പിച്ചെടുക്കാനാകും. മക്കൾ നീതിമയത്തിൽ നിന്ന് കമൽഹാസനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്ന് DMK അറിയിച്ചിട്ടുണ്ട്. 2018 ഫെബ്രുവരി 21 കമൽഹാസൻ മക്കൾ നീതിമയം പാർട്ടി പ്രഖ്യാപിച്ചത്. 2019 തെരഞ്ഞെടുപ്പിൽ പാർട്ടി 3.72% വോട്ടുകൾ നേടി. ചെന്നൈ, കോയമ്പത്തൂർ, മധുര എന്നിവിടങ്ങളിൽ മക്കൾ നീതിമയം 1 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടിയിരുന്നു. 2021 തമിഴ്നാട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കമൽഹാസൻ കോയമ്പത്തൂരിൽ മത്സരിച്ചെങ്കിലും BJP സ്ഥാനാർത്ഥിയോട് 1728 വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു. തൊട്ടടുത്ത വർഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ MNM മത്സരിച്ച 140 സീറ്റിലും പാർട്ടിക്ക് നിലം തൊടാൻ പോലും കഴിഞ്ഞില്ല. ഇത് രാഷ്ട്രീയപരമായി കമൽഹാസന് കനത്ത ആഘാതമാണ് നൽകിയത്. തുടർന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMKയുമായി സഖ്യത്തിന് കമൽഹാസൻ തയ്യാറായത്.